എല്ലാവർക്കും യാത്രയുടെ പുതിയൊരു ദിവസത്തേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ തെലുങ്കാനയിലാണുള്ളത്. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ ഒരു ഫുഡ് പിരമിഡ് എന്ന് പറഞ്ഞ ഒരു ഹൈവേയുടെ ഒരു ഫുഡ് പിരമിഡ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. ഹൈവേയുടെ ഒരു ഭയങ്കര ഒരു കോംപ്ലക്സ് ഉണ്ട് ഇവിടെ. ഈ കാണുന്നത് ഇവിടെ ഇപ്പം നിലവിൽ ഒരു 2 ഡ്യുവൽ ഗൺ വർക്ക് ചെയ്യുന്ന ജിയോ ഉണ്ട്, ഒരു ടാറ്റ പവർ ഉണ്ട്, ഇനിയൊരു 2 ജിയോയും കൂടെ വരുന്നുണ്ട്. പിന്നെ ഒരു പഴയ പറഞ്ഞുള്ളത് വർക്കിംഗ് അല്ല, ഓഫാക്കിയിട്ടേക്കുമാണ്. നമുക്ക് രാത്രി സേഫായിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. നല്ല അടിപൊളി ബാത്റൂമാണ്. ചുറ്റോട്ടുമൊക്കെ കുഴഞ്ഞു മറിഞ്ഞായിരിക്കും കിടക്കുന്നത്, പക്ഷേ ബാത്റൂം നല്ല നീറ്റാണ്. ഇതെല്ലാം ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. കുറച്ചും കൂടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അത്യാവശ്യം കത്തിയുമാണ്. പക്ഷേ നമുക്കിവിടെ വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്യാം. നല്ല ബാത്റൂംസാണ്. ഫാമിലിയായിട്ട് വന്നാലും നമുക്ക് പേടിക്കേണ്ടതൊന്നുമില്ല. ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് കിടന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ഡെയിലി നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ അത് സാധിക്കുന്നില്ല. എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക. യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ ഒരു എനർജി. അപ്പം ഇടുന്ന വീഡിയോ കാണുക. എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും സജസ്റ്റ് ചെയ്യുക. മാക്സിമം നമ്മൾ ഹൈവേ കൂടെയാണ് പോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് റോഡ് മാത്രം കാഴ്ചകളായി മാറുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് ഹൈവേ വന്നപ്പോൾ ഒരു നല്ല ഇടി. ഇവിടെ വണ്ടിയുടെ മണ്ടയിൽ സൈഡിലും എല്ലാ ആൾക്കാരെ കയറ്റിക്കൊണ്ടാണല്ലോ പോകുന്നത്. അങ്ങനെ ഒരു വണ്ടി മറിഞ്ഞു. കൊച്ചു പിള്ളേരും എല്ലാ വണ്ടിയിലുണ്ട്. ദൈവാനുഗ്രഹിച്ച് പിള്ളേർക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഒരു പുള്ളിക്കാരത്തി അവിടെ ഇത് കിടപ്പുണ്ട്, ആളുണ്ട്, ആംബുലൻസ് വന്നിട്ടുണ്ട്. ആംബുലൻസ് അപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്നുണ്ട്. ഇത് മെയിൻ അവിടെ ആക്സിഡൻറ്റ് ഉണ്ടാകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടത്തെയൊക്കെ ഒരു രീതി എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഡബിൾ ലൈനാണ്, പക്ഷേ ഈ ലൈനേ കൂടെ തന്നെ വരാൻ ശ്രമിച്ച പാർട്ടിയാണ്. അതായത് അപ്പുറത്ത് പോയി യു ടേൺ എടുക്കാനുള്ള ഒരു മടി, അതിന് ഇത്തേക്കൂടെ തന്നെ തിരിച്ചു വന്നു. മറ്റെല്ലാവരും നല്ല പറപ്പിച്ചല്ലേ പോകുന്നു. ആരും മൈരിയായിക്കൊന്നും പോകുന്നില്ലല്ലോ. 80 കിലോമീറ്റർ ഹൈവേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 120 കിലോമീറ്ററിൽ പോകും. അപ്പോൾ അങ്ങനെ പോകുന്നിടത്ത് ഇത് സ്വാഭാവികമാണ്. മറ്റേ ഇതിൻ്റെ മാരുതിയുടെ വണ്ടി ഫുള്ളായിട്ട് പോയി. അതിൻ്റെ ഫ്രണ്ട് ഫുള്ള് അടിച്ച് തകർന്ന് എല്ലാം ഒടിഞ്ഞ് പറഞ്ഞ് അതാ പിക്കപ്പിലിടിച്ച്. പിക്കപ്പിൻ്റെ ബാക്ക് വശം എല്ലാം പറഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ആൾക്കാർ ഈ ഡബിൾ ഡെക്കറെ പോലെ, മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഡബിൾ ഡെക്കറയിൽ യാത്ര ചെയ്യുന്ന പോലെ പോയിട്ട് ആ വണ്ടി മറിഞ്ഞിട്ടാണ് ഇത്ര അപകടം ഉണ്ടായത്. എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് വേറെ ആർക്കും പിള്ളേർക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. ആ വീണ് കിടക്കുന്ന അമ്മച്ചിക്കും എനിക്ക് തോന്നുന്നില്ല വലിയ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന്. ബോധം കിട്ടുമോ എന്താണോ. ഓരോരോ അപകടങ്ങൾ വരുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും സൂക്ഷിച്ചോടിക്കുക. ആരുടെയും എടുക്കൊന്നുമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം. നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റിയുടെ അവിടെയാണ്. നമുക്ക് ഇതിൻ്റെ അടുത്തൊരു ചാർജിങ് സ്റ്റേഷനും ഉണ്ട്. അവിടെ ഒന്ന് ചാർജ് ചെയ്തിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിൽ ഇതൊന്ന് കാണാം. ഇതെല്ലാം കൂടെ കണക്കൂട്ടിയാണ് നമ്മളിവിടെ വന്നത്. പക്ഷേ നമ്മൾ ഉള്ളിലോട്ട് കയറുന്നില്ല. അമ്പലത്തിൻ്റെ ഉള്ളിൽ ക്യാമറയോ ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും കാണാൻ കയറുന്നില്ല. നല്ല വിശാലമായ കാർ പാർക്കിങ്ങും കാര്യങ്ങളുമൊക്കെയാണ്. നല്ല സ്ഥലമാണ്, നന്നായിട്ടുണ്ട്. നെഹ്റു ഔട്ടർ റിംഗ് റോഡ് വഴി നമ്മൾ നാഗ്പൂറിനുള്ള വഴിയിലോട്ട് കയറുകയാണ്. ഇതൊരു നമുക്ക് പോകേണ്ടത് ഒരു 64 കിലോമീറ്ററോളമാണ്. ഇതിൽ 120 കിലോമീറ്റർ, 100 കിലോമീറ്റർ, 80 കിലോമീറ്റർ, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. പിന്നെ അങ്ങേയറ്റത്ത് ഒരു ലേ ഓഫ് ഇതുണ്ട്. എന്തെങ്കിലും കംപ്ലൈൻ്റൊക്കെ പറ്റിയാൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള, അല്ലാതെ പാർക്ക് ചെയ്യാനുള്ള വഴിയല്ല. കംപ്ലൈൻ്റൊക്കെ വല്ലതും വന്നാൽ നമുക്ക് പാർക്ക് ചെയ്യാം. പിന്നെ ഒരു എമർജൻസി സിറ്റുവേഷൻ അങ്ങനെയൊക്കെ വരുമ്പം ചെയ്യാനുള്ളതാണ്. നമ്മൾ മറ്റേ ആനുവൽ പാസ് എടുത്തേക്കുന്നതുകൊണ്ട് ഇവിടെ ഒന്നും നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അങ്ങ് വിട്ടുപോയാൽ മതി. ഇത് എനിക്കൊന്നും താഴുന്നില്ലെന്ന് തോന്നുന്നത്. നമ്മൾ അത് തപ്പുക കണ്ടോ. നമുക്കിവിടുന്ന് ലെഫ്റ്റ് നാഗ്പൂർ കയറി നമ്മൾ ഈ മെയിൻ വഴി കയറും. കണ്ടോ ചീറിപ്പാഞ്ഞ് വണ്ടികൾ പോകുന്നത്.
നല്ല ഭംഗിയുള്ള ഒരു ഹൈവേ അത്. ഭയങ്കര രസമാണ്, വണ്ടി ഓടിക്കാനും രസമാണ്, നല്ല നമുക്ക് പവർ എടുത്ത് ഓടിക്കാൻ പറ്റുന്നൊരു വഴിയാണ്. പക്ഷേ സൂക്ഷിച്ചോണം, എല്ലാ വണ്ടികളും 100-110 പോകുന്നത്. ഇവിടെ നമ്മൾ EV ആയിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, ഈ വഴിയിൽ കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇവിടെ കയറുന്നതിന് മുമ്പേ വണ്ടി ഫുള്ളാക്കി വെച്ചോളുക. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമുക്കൊരു രീതിയിലും ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഈ ഹൈവേയിലില്ല. നമ്മൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എക്സിറ്റ് വഴി പുറത്ത് ചാടണം. അത് നമുക്ക് വീണ്ടും ടൈം കൺസ്യൂമിങ് ആകത്തേ ഉള്ളൂ. അതുകൊണ്ട് EV ഉള്ളവർ കയറുന്നതിന് മുമ്പേ ഫുള്ളാക്കിയിട്ട് കയറുവാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഞാനും എന്നോട് പോയപ്പോൾ ഞങ്ങൾ ഇത്രയും വലിയൊരു ധാരണയൊന്നും ഇല്ലായിരുന്നു ഈ ഹൈവേ പറ്റി. ഞങ്ങൾ കയറി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ ചാർജ് കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അങ്ങേറ്റത്ത് എത്തുമ്പോൾ 14% അങ്ങനെ എന്തോ ആയിരുന്നു ചാർജ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ഫുൾ ചാർജിൽ വണ്ടി ഓടിക്കുക. ഇപ്പം ഞാൻ പോകുന്നത് 120 ട്രാക്കിലാണ്. നമ്മുടെ വണ്ടി 100 വരെ കയറി. അത് ചാർജ് ഇറങ്ങുന്നത് അത് പ്രത്യേകം മനസ്സിലാകും കേട്ടോ, അതുപോലെ ഇറങ്ങും. ഇങ്ങനെ നോക്കുന്നു. അതുപോലെ തന്നെ ഈ വഴി ഈ രാവിലെ വരുന്നതിനേക്കാളും ഭംഗിയാണ് രാത്രിയിൽ. രാത്രി ഭയങ്കര രസമാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ രാത്രിയായിരുന്നു. രാത്രിയിലെ കാഴ്ചകൾ അതിമനോഹരമാണ്, അതിമനോഹരം. ഈ യാത്രയിൽ എൻ്റെ വണ്ടി 100 കിലോമീറ്ററിന് മുകളിൽ കയറുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈവേയിൽ നിന്ന് ഇറങ്ങുവാണ്. നമുക്ക് ഇറങ്ങാൻ സമയമായി. നമുക്കിപ്പോൾ എക്സിറ്റ് ഉണ്ട്, നമ്മൾ ഇറങ്ങുക. ഇനി നമ്മൾ വീണ്ടും NH44 കയറി നമ്മൾ അടുത്ത നാഗ്പൂറിന് പോവുക. നാഗ്പൂറിന് പോകും. ഞങ്ങൾ 2 വർഷം മുമ്പ് വന്നപ്പോൾ ഇതേ കോലത്തിൽ തന്നെ ഈ വഴി കിടന്ന് 1-2 നടുക്കത്തെ ടവറൊക്കെ ഇച്ചിരി പൊങ്ങിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒരനക്കവും റോഡിന് സംഭവിച്ചിട്ടില്ല. അപ്പോൾ പറന്നു പോവായിട്ടായിരിക്കും ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ എന്ന് പറഞ്ഞാൽ. ഇതില്ല, എന്നാണെങ്കിലും സമ്മതിച്ചു കൊടുത്തേക്കുക. ഇത്രയും അല്ലേ, ഇത്ര തൂണുകളെല്ലാം ഏകദേശം തന്നെ പൊങ്ങിയിട്ടുണ്ട്. അന്ന് തൂണുകൾ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. 2 വർഷമായെന്ന് ഓർക്കണം. കഴിഞ്ഞ മെയ് 13 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. കഴിഞ്ഞല്ല, 2024 മെയ് 13 നമ്മൾ യാത്ര തുടങ്ങിയത്. ഈ പ്രാവശ്യം 2026 മെയ് 14 യാത്ര തുടങ്ങിയത്. അത് ഒരു ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. സെയിം ഡേ തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. ഇത്ര മാറ്റമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളായിരിക്കും, നമുക്കറിയത്തില്ലല്ലോ. നമ്മുടെ ഈ യാത്രയിലെ ഏറ്റവും വെല്ലുവിളി ചൂടാണ്. നല്ല ചൂടാണ്. രാവിലെ വല്ലതും കുറച്ച് നേരം ഒന്ന് AC ഇടാതെ ഓടിച്ചാൽ ആദ്യത്തെ ചാർജിങ് അതെങ്ങനെയെങ്കിലും AC ഇടാതെ ഓടിക്കാം. അല്ലാതെ ഒരു രക്ഷയില്ല. ഇവിടെ 39, 40, 41 ഒക്കെയാണ് കാണിക്കുന്നത്. കരിഞ്ഞു പോവുക. അയ്യോ, അതിലൂടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറയും അവിടെ നല്ല മഴയാണ്, നല്ല കാറും കോളുവാ. അത് കേൾക്കുമ്പോൾ ഇവിടെ മഴ പെയ്തൊരു ഫീലാണ്. ഇവിടെ ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും വലിയ ചൂടാണ്. പിന്നെ അങ്ങ് മണ്ടേ ചെന്ന് കഴിയുമ്പം കിട്ടുന്ന ആ തണുപ്പ് മാത്രമാണ് പ്രതീക്ഷിച്ച് നമ്മളിപ്പോൾ. വൈകുന്നേരം ഒരു 8 മണിയൊക്കെ കഴിയുമ്പോൾ ഒരു ആശ്വാസമാണ്. അതുവരെ ഒരു 6 മണിക്കൊക്കെ ഈ 39 തന്നെയാണ് നിൽക്കുന്നത് വഴി. കാരണം വഴിയുടെ സൈഡിലൊക്കെ മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വഴിയുടെ സൈഡിലും മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റേതായ ഒരു എഫക്റ്റ് നമുക്ക് റോഡിലോട്ട് കിട്ടുന്നില്ല. നല്ല വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ ചിലപ്പോൾ അറിയാം. വലുതാകുന്ന മരങ്ങൾ, പൊക്കം വെക്കുന്നത്. ഇവിടെ അതുപോലെ രാവിലെ എന്ന് പറഞ്ഞാൽ 5:30 ആകുമ്പോൾ തന്നെ നല്ല പൊരിവയിലായി. അതെ അതെ അതെ. നീ മൈക്ക് വെച്ചിട്ട് സംസാരിക്കേ, കട്ടിയുണ്ട.
മാത്തു, എങ്ങനെയുണ്ട് ഇതുവരെയുള്ള യാത്ര? കുഴപ്പമൊന്നുമില്ല. ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നതിൻ്റെതായ ക്ഷീണമുണ്ടോ? പ്രശ്നമില്ല, പക്ഷെ എന്നാലും ചൂട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷം ഈ വഴികളെ വന്നു. അടുത്ത പ്രാവശ്യത്തെ വരവ് നമുക്കൊരു IC എഞ്ചിനെ വരണം. IC എഞ്ചിനെ വന്ന് പറന്ന് പോകണം. മറ്റുള്ളവർ നമ്മൾ ചാർജൊക്കെ ചെയ്ത് നിൽക്കണം, നമ്മൾ പറന്ന് വിട്ട് പോകണ്ടേ. സംഭവം എല്ലാം നല്ല സെറ്റാണ്. പക്ഷെ നമ്മൾ ടൈം കൺസ്യൂമിങ്ങും പിന്നെ എല്ലാ സ്ഥലത്തൊന്നും പോയി കാണാനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ മുമ്പേ ആ മറ്റേ സ്റ്റാച്യു ഓഫ് ഈക്വാലിറ്റിയിലൊക്കെ ചെയ്ത പോലെ നല്ല നല്ല സ്ഥലങ്ങളിൽ അവർ തന്നെ ചാർജിങ് സ്റ്റേഷൻസ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. അല്ലെങ്കിൽ വലിയ പ്രയോജനമൊന്നുമില്ല, അല്ലേ? അതില്ല, നമുക്കൊരു സ്ഥലവും കാണാൻ പറ്റില്ല. മറ്റേ അവിടെ ചെന്ന് ചാർജ് ചെയ്തിട്ട് തിരിച്ചു വരാൻ. ഇപ്പം നമ്മൾ ഈ പറയുന്നതെല്ലാം പ്രൈമിനെ ബേസ് ചെയ്തിട്ടാണ്. വലിയ വണ്ടിയുള്ളവർക്കൊക്കെ പോകാതിരിക്കും കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ പെട്രോളിനും ഡീസലിനും വില വെച്ച് EV ലാഭകരമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു EV പ്ലാറ്റ്ഫോം വളർന്നു വരുന്ന EV മേഖല അതുപോലെ വണ്ടി ഇറങ്ങുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ കൂടുതലും വണ്ടി കണ്ടേക്കുന്നത് MGയുടെയും മഹീന്ദ്രയുടെയും വണ്ടിയാണ്, അല്ലേ? ടാറ്റയുടെ വണ്ടി കുറവല്ലേ കണ്ട? കുറച്ച് ടിയാഗോയും പിന്നെ മറ്റേ നെക്സോണും അങ്ങനെ അല്ലാതെ വേറെ വണ്ടികളൊന്നും കണ്ടില്ല. അല്ല, ഓവറായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ കൂടുതലും ഈ മഹീന്ദ്ര MG അതാണ്. ചൂടിനൊരു ശമനമില്ല. തിരക്കി നല്ല ചൂടാണ്. പിന്നെ മരവളെടുത്ത് വല്ലതും നിർത്തി വിശ്രമിക്കാമെന്ന് വെച്ചാൽ ചിലപ്പം വണ്ടി വന്ന് നമ്മളെ എടുത്തോണ്ട് പോകും. അതുപോലത്തെ തിരക്കായിരിക്കും. അതുപോലത്തെ തിരക്കൊന്നല്ല, അതുപോലെ സ്പീഡിലായുള്ളവരും പോകുന്നത്. വലിച്ചു വിട്ട് കയറി രാവിലെ അതുപോലെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രം നടന്ന ആക്സിഡന്റ്. മതിയോ? ഈ മലയൊക്കെ കണ്ടില്ലേ? മൊത്തം കല്ലും ആരാണ്ട് പെറുക്കിക്കൊണ്ടിട്ടേക്കുന്ന പോലത്തെ കല്ല്. ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രാത്രിയിലായതുകൊണ്ട് ഇതൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. ഇത് തീർന്നിട്ടില്ലല്ലോ. മൊത്തം ഏരിയയിൽ കല്ല് കൊണ്ട് പെരക്കി നിറച്ചേക്ക് കേട്ടോ. അയ്യോ, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ചൂടാണ്. 42 ഡിഗ്രിയാണ്. സത്യമായിട്ടും ശ്രീനഗറിലോട്ടുള്ള ദൂരം വളരെ കുറഞ്ഞു വരുന്നു. വളരെ കുറഞ്ഞില്ല, 2200 ചില്ലുവാനോ അങ്ങനെ എന്തോ ആയി. ഇത് കണ്ടോ, മൊത്തം കല്ല് ഇത് എവിടുന്നോ കൊണ്ടുവന്ന് ഇട്ടേക്കുന്ന പോലെ. എങ്ങനെയാണോ കല്ലായത്? സംഭവമാണ്. ഇത് ഈ നിർമ്മൽ എന്ന് പറയുന്ന തെലുങ്കാനയിൽ തന്നെ നിർമ്മൽ എത്താറാകുമ്പോൾ ഒരു 30 കിലോമീറ്ററോളം ഉള്ളപ്പോൾ ഇത് കൊണ്ടിട്ടേക്കുന്നതാണ് അവിടെ. ഇങ്ങനെ കൊണ്ടിടുമോ? ഈ ഏരിയയിലുള്ള കല്ലെല്ലാം കൂടെ ഒരിടത്ത് കൊണ്ട് കൂട്ടിയിട്ടേക്ക്. എന്നതൊക്കെയാ അല്ലേ?